ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തക്കാളി മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ്. വിവാഹശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ആവണങ്ങാട്ട് അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഹസ്ബൻഡ് വീഡിയോ എടുക്കുകയാണ് നമ്മുടെ ചാനലിലോട്ട് ഇടാനായിട്ട്. ഞാനും എടുത്തു. അവിടെ ചെന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്ചര്യം, അല്ലെങ്കിൽ വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ഷോക്ക് മീൻസ് സന്തോഷം കൊണ്ടാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വർഷമായി അമ്പലത്തിലോട്ട് പോകുന്നുണ്ടെങ്കിലും തിറവെള്ളാട്ട് മഹോത്സവം എന്നൊരു അവിടുത്തെ ഉത്സവം കൂടാൻ ഇന്ന് വരെയ്ക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു നാളെ നമുക്ക് അമ്പലത്തിലോട്ട് പോകാം എന്നുള്ളത്. അപ്പോൾ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു തിറവെള്ളാട്ട് മഹോത്സവം നടക്കുന്നതിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ കുറച്ച് ആ നാളുകളിൽ ഒരു ദിവസമാണ് ഞങ്ങളവിടെ പോയത്. അവിടെ പുഷ്പങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ച്, അതായത് റോഡ് മുതൽ, അതായത് ഇതിൻ്റെ എൻട്രി മുതൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ആ ഹസ്ബൻഡ് ഫ്രണ്ടിലോട്ട് പോയി, ആളറിഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കണതൊന്നും. എന്താ പറയുക, വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാനങ്ങനെ വിചാരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് പോയെങ്കിലും ഇങ്ങനെ ഒരു ദിവസത്തേക്ക് നമുക്ക് പോകാനുള്ള ഭാഗ്യം ഇന്ന് വരെയ്ക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വിവാഹശേഷം പോകാനാണ് നമുക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ടായിരുന്നത്. ഒന്നും പറയാൻ പറ്റില്ല, ഇത് ആരാണ് അലങ്കരിച്ചതെന്നും നമുക്കറിയില്ല. നല്ലൊരു കലാകാരൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഗണപതിനെയും മയിലിനെയും അതുപോലെ തന്നെ പുഷ്പങ്ങൾ കൊണ്ട് തന്നെ നല്ല ഭംഗിയിലായിരുന്നു അവിടെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരുന്നത്. പിന്നെ അന്ന് എൻട്രി ഗോപുരമൊക്കെ ആയിട്ട് എന്ത് ഭംഗിയിലാണെന്ന് അറിയാം അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തൊഴുത് ഇതേ പുറത്തോട്ടൊക്കെ ഇറങ്ങി. ഉള്ളിലോട്ട് ക്യാമറ ഫോണൊന്നും കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിലത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, പ്രത്യേക പെർമിഷനൊക്കെ വേണം. അപ്പോൾ എന്തായാലും വിഷ്ണുമായ സ്വാമിനെ കണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ തൊഴുത് പുറത്തോട്ട് ഇറങ്ങി. ഇനി അടുത്ത വർഷം എന്തായാലും പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളും വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും തിരുവെള്ളാട്ട് മഹോത്സവത്തിൻ്റെ അന്ന് നമ്മുടെ വിഷ്ണുമായ സ്വാമിയുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തും. അവിടുത്തെ പന്തലൊന്നും രക്ഷയില്ല കേട്ടോ, അത്ര അടിപൊളിയായിരുന്നു. കുറേ നേരം ഞങ്ങളതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് കുറച്ച് ടൈം എടുത്തിട്ട് ഞങ്ങളൊന്ന് പോകുന്നത്. അപ്പോൾ വരണ വഴിക്കാനുള്ള സുഹൃത്തിനെ കണ്ടു സംസാരിച്ചു. അങ്ങനെ ഒരു ദിവസം അവിടുന്ന് നേരെ പിന്നെ ഞങ്ങൾ ബീച്ചിലോട്ട് പോയതുണ്ടോ. എന്തായാലും ഈ ഒരു ദിവസത്തേക്കായിരിക്കണം ചിലപ്പോൾ ഇത്രയും വർഷങ്ങൾ നമുക്ക് തിരുവെള്ളാട്ട് കാണാണ്ട് ഇരുന്നത്. ഹസ്ബൻഡിൻ്റെ ഒപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് ആളുടെ കൈ പിടിച്ച് അവിടത്തെ നടയിലേക്ക് എത്താനായിരിക്കും നമുക്ക് യോഗം ഉണ്ടായിരുന്നത്. അപ്പം അതെന്തായാലും ദൈവം സാധിച്ചു തന്നു. അപ്പം അങ്ങനെ എന്താ പറയുക, ഒത്തിരി സന്തോഷം, ഈശ്വരനെ അനുഗ്രഹിച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.